2 മുതൽ 8 വരെ പ്രതികൾക്ക് 9 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 2 മുതൽ 6 വരെ പ്രതികൾക്ക് ആയുധ നിരോധന നിയമപ്രകാരം 2 വർഷം തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിഴ സംഖ്യ മരിച്ച സൂരജിൻ്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അതുകൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 11-ാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം കുറ്റക്കാരനെന്ന് അറിഞ്ഞിട്ടുകൂടി ഒളിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും വിധിയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നീണ്ട 20 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിന്യായം കിട്ടിയിട്ടില്ല, വിധി പറഞ്ഞതേ ഉള്ളൂ. അതെ, അതായത് ഇതിൽ മരണപ്പെട്ട സൂരജിൻ്റെ ഉറ്റ സുഹൃത്ത് 21-ാം സാക്ഷിയായിരുന്ന അനിൽകുമാർ, അദ്ദേഹമായിരുന്നു 6 മാസം ചികിത്സയിലുണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹം വരെ ഈ കേസിൽ കൂറുമാറിയ ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു പ്രശാന്ത്, ഈ കൊല്ലപ്പെടുന്ന സമയത്തിന് ഒരു സെക്കൻഡ് വരെ മുൻപ് വരെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രശാന്ത്, അവരും ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്. പിന്നെ നിയമത്തിൻ്റെ പരിധിയിൽ എല്ലാവരും തുല്യരാണ്. നിയമം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കാരണം രാഷ്ട്രീയ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം. നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന സാഹചര്യം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, കഴിഞ്ഞ 5-8 വർഷമായിട്ട് കൊലപാതകങ്ങളൊക്കെ ഒഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അല്ല, കൊലപാതകത്തിൻ്റെ അതേ ശിക്ഷ, നിയമപരമായിട്ട് കൊലപാതക കുറ്റത്തിനുള്ള അതേ ശിക്ഷയാണ് ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കും കിട്ടേണ്ടത്. കാരണം ഗൂഢാലോചന കുറ്റം വളരെ രേഖാമൂലവും മറ്റ് സാക്ഷിമൊഴികൾ മൂലവും ഈ കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവുമുള്ള പ്രതികളുടെ കോണ്ടാക്ട്, സബ്സിക്വൻറ്റ് കോണ്ടാക്ട് ആൻഡ് ബിഫോർ കോണ്ടാക്ട്, അത് മൂലം കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അപ്പോൾ കൊലപാതക കുറ്റം ചെയ്തതിനുള്ള അതേ ശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയവർക്കും നിയമം അനുശാസിക്കുന്നത്. അത് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഞാനിതിൽ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട 2 വസ്തുത ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ്. കേസ് ആദ്യം അന്വേഷിച്ച കെ ദാമോദരൻ, അന്ന് സിറ്റി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം. കെ ദാമോദരൻ അദ്ദേഹം സിറ്റി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യ കുറ്റപത്രത്തിൽ 2 പേരെ കൃത്യമായിട്ട് കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി. അതിനുശേഷം 2012 നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ ACP ശ്രീ രത്നകുമാർ, അദ്ദേഹം മാസം റിട്ടയർ ആവുന്നതാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ 2-5 പ്രതികളെ അറസ്റ്റ് ചെയ്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീ രത്നകുമാറാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഇത്തരണത്തിൽ അഭിനന്ദിക്കുകയാണ്. ഈ കേസിൽ 20 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഈ വിധി അനന്തമായി നീളുന്ന സാഹചര്യം എത്രത്തോളം, എന്തുകൊണ്ടാണ് ഇത്ര നീണ്ടുപോകുന്നത്? അതായത് 2010 ഈ കേസ് വിചാരണയ്ക്ക് വന്നതായിരുന്നു. പക്ഷെ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കേസ് വിചാരണ നീണ്ടുപോയി. തുടർന്നാണ് 2012 ഇതിൽ 2-ാം പ്രതി രജീഷിൻ്റെ കുറ്റസമ്മത മൊഴി TP ചന്ദ്രശേഖരൻ കേസിൽ നിന്ന് വരുന്നത്. അതിനെ തുടർന്നാണ് ഇതിൽ തുടരന്വേഷണം നടത്തിയതും ആദ്യ കുറ്റപത്രത്തോടൊപ്പം എക്സിബിറ്റ് P37 രേഖയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച 2 പ്രതികളെ കണ്ടെത്താനുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ സ്ഥാനത്ത് അവരെ ചേർത്തത്. പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അനന്തമായി നീളുന്ന 2 കാര്യങ്ങളുണ്ട്. ഈ പ്രോസിക്യൂഷൻ എനിക്ക് സഹായകമായത് ഈ അന്വേഷണത്തിൻ്റെ മികവ് തന്നെയാണ്. ആദ്യ അന്വേഷണത്തിൻ്റെ മികവ് തന്നെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷനെ സഹായിച്ചത്. ഈ അമ്മയുടെ ഒരു
ഹർജി കൊണ്ടാണല്ലോ താങ്കൾ ഈ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഈ കേസിലേക്ക് ആ സാഹചര്യം എന്തായിരുന്നു? അതായത് 2023-24 ഈ കേസ് വിചാരണയ്ക്ക് വന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട സൂരജിൻ്റെ അമ്മ ബഹുമാനപ്പെട്ട സർക്കാരിൽ ഒരു ഹർജി നൽകി. സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സർക്കാരിനോട് ഇതിൽ അവരുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമായിരുന്നു. അതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ എന്നെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയോഗിച്ചിരിക്കുന്നത്. എനിക്കുള്ള എല്ലാ സഹായങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു. അതിന് ഞാൻ നമ്മുടെ സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.